ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് മൂന്നാളും കൂടെ ഇത് ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. കുഞ്ഞ് വന്നിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളിന്ന് കുഞ്ഞിൻ്റെ മുട്ട അടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാനകെട്ടി വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്ര ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബസ് കയറിയിട്ടുണ്ട്. ആനകെട്ടി വഴിയാണ് പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേ അമ്പുടും ഞങ്ങളും ഭയങ്കര സമാധാനവും സന്തോഷവും ഒരുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ നല്ല സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉക്കടം വഴി ഒരു 2-3 ബസ് കയറിയിട്ടായിരിക്കും കേട്ടോ പഴനിമലയ്ക്ക് പോവേണ്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ ഇറങ്ങി രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇത് അമ്പുടി ജനിച്ച ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അട്ടപ്പാടിൽ ഹോസ്പിറ്റലുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്പുടിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിവിടെ ഇനിയാണ് ജനിച്ചതെന്നൊക്കെ നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബസ് എടുത്തു. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊന്നും ഹോട്ടലുണ്ടായിരുന്നു. അറിയാവുന്നൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ കുഞ്ഞുവടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് അമ്പുടിന് പാലൊക്കെ കൊടുത്ത് ഞങ്ങളിത് ഇത് ഡയറക്റ്റ് ബസ്സാണ് കേട്ടോ. പഴനിമലയ്ക്ക് പോകുന്ന ഡയറക്റ്റ് ബസ്സാണ്. അവിടെ നിന്ന് പോകുമ്പോൾ 2-3 മണിക്കൂർ എങ്ങാനും എടുക്കും എന്നാണ് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് കാണുന്ന വ്യൂ പോയിൻ്റാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്താണെന്ന് തോന്നും കേട്ടോ. പക്ഷേ അതിൻ്റെ അടിവാരത്തിൽ പോകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നതും കുറച്ച് ദൂരമുണ്ട്. കുറച്ച് കുന്നിൻ്റെ മേലായതുകൊണ്ട് ഭയങ്കര ദൂരമുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേ ചെയ്താൽ മാത്രം മതി കേട്ടോ ഗൈസ്. അങ്ങനെ അത് റൂമിലേക്ക് എത്തി. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡിൽ നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ തന്നെ മോർണിംഗ് കിറ്റ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രഷ് അമ്പുടെ അങ്ങനെ അലമ്പൊന്നും കാണിച്ചില്ലായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ കളിയും അത് പെട്ടെന്ന് നമുക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നില്ല. അങ്ങനെ ഒരു കളിയായിരുന്നു കേട്ടോ. അപ്പോൾ